നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ ബഹിരാകാശത്തേക്കാൾ നിഗൂഢമായ ഒരിടമുണ്ട്. നിങ്ങൾക്കറിയാമോ? പൂർണ്ണമായ ഇരുട്ടും പിന്നെ ഒരു തരി ശബ്ദം പോലുമില്ലാത്ത ഒരിടം. മനുഷ്യൻ ഇന്നുവരെ കാലുകുത്താത്ത ആഴങ്ങളിലേക്ക്. നമുക്കൊരുമിച്ച് പോകാം. അപ്പോ ഭൂമിയില് ഇതുവരെ മനുഷ്യർക്ക് അത്രയൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നത്? ചിലപ്പോ ആമസോൺ കാടുകളായിരിക്കും, അല്ലേ? അല്ലെങ്കിൽ ചിലപ്പോ സൗരയൂഥത്തിലെ ഏതെങ്കിലും ദൂരെയുള്ള ഗ്രഹങ്ങളോ മറ്റോ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ ഉത്തരം അതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഞെട്ടിക്കുന്നൊരു കാര്യമുണ്ട്. ആ വലിയ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ബഹിരാകാശത്തൊന്നുമല്ല, നമ്മുടെ സ്വന്തം പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിലാണ്. അതെ, മരിയാന കിടങ്ങിൽ. വാ, നമുക്ക് ഒരുമിച്ച് ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ എന്താണ് ഈ മരിയാന കിടങ്ങ്? ഇത് പസഫിക് സമുദ്രത്തിലാണ്, ഭൂമിയിലെ ഏറ്റവും ആഴമുള്ള ഭാഗം. ശരിക്കും പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു അന്യഗ്രഹലോകം പോലെയാണിത്. മനുഷ്യൻ അത്ര പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരിടം. അപ്പോ ഇതിന്റെ ആഴം എത്രയാണെന്നല്ലേ? ഏകദേശം 11,000 മീറ്റർ. അതായത് നമ്മൾ വിമാനത്തിലൊക്കെ പോകുമ്പോൾ പറക്കുന്നതിനേക്കാൾ കൂടുതൽ ആഴം. ആ ഒരു സംഖ്യ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലേ? ഈ ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ എവറസ്റ്റ് കൊടുമുടിയെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടെന്ന് വെച്ചോ. എന്നാലും അതിന്റെ മുകളിൽ കിലോമീറ്ററുകളോളം വെള്ളം ബാക്കി നിൽക്കും. ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഇത്രയും ആഴത്തിൽ ജീവന് നിലനിൽക്കാൻ പറ്റുമോ? അതാണ് അടുത്ത ചോദ്യം. എന്തുകൊണ്ടാണ് ഈ സ്ഥലം ഇത്രയും അപകടകരമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ മനുഷ്യർക്ക് പോകാൻ പറ്റാത്തതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1, സൂര്യപ്രകാശത്തിന്റെ ഒരു കണിക പോലും അവിടെ എത്തില്ല, കൂരിരുട്ടാണ്. 2, മരവിപ്പിക്കുന്ന തണുപ്പ്. പിന്നെ മൂന്നാമത്തേതാണ് ഏറ്റവും ഭീകരം: എല്ലാം തകർത്തു കളയുന്ന ഭീമാകാരമായ മർദ്ദം. ഈ മർദ്ദം എന്ന് പറഞ്ഞാൽ ഏകദേശം 16,000 PSI ആണ്. അതായത് നമ്മുടെ വിരൽത്തുമ്പിന്റെ അത്രയുള്ള ഒരു സ്ഥലത്ത് 16,000 പൗണ്ട് ഭാരം വരുന്നതിന് തുല്യം. സാധാരണ സബ്മറീനുകളൊക്കെ ഒരു പേപ്പർ കപ്പ് ഞെരിക്കുന്ന പോലെ തകർന്നു പോകും. ഈ ഭീമാകാരമായ മർദ്ദം എങ്ങനെ ഉണ്ടാകുമെന്നറിയണോ? നിങ്ങളുടെ ദേഹത്ത് ഒരു 1000 ആനകൾ ഒരുമിച്ച് കയറി നിൽക്കുന്നതായി സങ്കൽപ്പിക്കുക. അതാണ് അവിടത്തെ അവസ്ഥ. അപ്പോ ഈ വെല്ലുവിളികളൊക്കെ കാരണം വർഷങ്ങളോളം അങ്ങോട്ട് പോവാൻ ആർക്കും പറ്റിയിരുന്നില്ല. പക്ഷേ അവസാനം ആധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ചൈന ഈ കിടങ്ങിലേക്ക് ഒരു ദൗത്യം നടത്താൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ഡീപ് സീ സബ്മേഴ്സിബിൾ അവർ ഉണ്ടാക്കിയെടുത്തു. അവരുടെ ലക്ഷ്യം ഒന്നു മാത്രമായിരുന്നു: ശാസ്ത്രലോകത്തെ വർഷങ്ങളായി കുഴപ്പിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. ഈ അഗാധമായ ആഴത്തിൽ ജീവൻ നിലനിൽക്കുന്നുണ്ടോ? സത്യം പറഞ്ഞ മിക്ക ശാസ്ത്രജ്ഞരും കരുതിയത് ഇത്രയും കഠിനമായ സാഹചര്യങ്ങളിൽ ജീവൻ അസാധ്യമാണെന്നാണ്. പക്ഷേ അവർക്ക് തെറ്റി. ആ സബ്മേഴ്സിബിളിലെ ക്യാമറകൾ പകർത്തിയ ദൃശ്യങ്ങൾ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. അവർ പ്രതീക്ഷിച്ചതെന്താ? ജീവനില്ലാത്ത വരണ്ടുണങ്ങിയ ഒരു മരുഭൂമി പോലെ ഒരു സ്ഥലം. പക്ഷേ അവർ കണ്ടതോ? ജീവികളെക്കൊണ്ട് നിറഞ്ഞ ഒരു അത്ഭുത ലോകം. അവിടെയോ ഭീമാകാരമായ ട്യൂബ് പുഴുക്കൾ, നമ്മൾ ഇതുവരെ കാണാത്ത തരം മൊലസ്കുകൾ, പിന്നെ കണ്ണുകൾ പോലുമില്ലാത്ത വിചിത്രജീവികൾ. സൂര്യപ്രകാശത്തിന്റെ ഒരു തരി പോലുമില്ലാത്ത ആ കൂരിരുട്ടിൽ ഒരു പുതിയ ആവാസവ്യവസ്ഥ തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: സൂര്യപ്രകാശം ഇല്ലാതെ ഈ ജീവികൾക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ കഴിയുന്നത്? അവയ്ക്ക് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത്? ഉത്തരം ഒരു വാക്കിലുണ്ട്: കീമോസിന്തസിസ്. ഇത് ജീവന്റെ അടിസ്ഥാന നിയമങ്ങളെ തന്നെ മാറ്റിയെഴുതുന്ന ഒരു കാര്യമാണ്. അതായത് സൂര്യപ്രകാശത്തിന് പകരം രാസവസ്തുക്കളിൽ നിന്ന് ഊർജമുണ്ടാക്കുന്നൊരു പ്രക്രിയ. ഇത് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാം. പക്ഷെ സംഗതി സിമ്പിളാണ്. കടലിന്റെ അടിത്തട്ടിലുള്ള വിള്ളലുകളിൽ നിന്ന് ചില കെമിക്കൽസ് പുറത്തുവരും. അവിടുത്തെ ബാക്ടീരിയകൾ ഈ കെമിക്കൽസ് ഭക്ഷണമാക്കും. എന്നിട്ടോ വലിയ ജീവികൾ ഈ ബാക്ടീരിയകളെ തിന്ന് ജീവിക്കും. അതായത് സൂര്യനില്ലാതെ തന്നെ ഒരു കംപ്ലീറ്റ് ഫുഡ് ചെയിൻ. ഈ കണ്ടെത്തൽ വെറും കടലിനടിയിലെ ജീവികളെക്കുറിച്ചുള്ള ഒരു കാര്യം മാത്രമല്ല, ഇത് നമുക്കെല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇത് ജീവനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെയാണ് മാറ്റിമറിക്കുന്നത്. ഈ കണ്ടെത്തലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: ജീവന് നിലനിൽക്കാൻ സൂര്യപ്രകാശം വേണമെന്നൊരു നിർബന്ധവുമില്ല. അതിന് ഊർജം മാത്രം മതി. അത് എവിടുന്ന് കിട്ടിയാലും മതി.
അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഭൂമിയുടെ അടിത്തട്ടിലെ ഇത്രയും കഠിനമായൊരു സാഹചര്യത്തിലെ ജീവൻ നിലനിൽക്കുമെങ്കിൽ സൗരയൂഥത്തിലെ മഞ്ഞു മൂടിയ ചന്ദ്രനുകളിലോ അല്ലെങ്കിൽ സമുദ്രങ്ങളുണ്ടെന്ന് നമ്മൾ സംശയിക്കുന്ന മറ്റു ഗ്രഹങ്ങളിലോ ജീവനുണ്ടാകാനുള്ള സാധ്യത എത്ര വലുതായിരിക്കും? ഈ മരിയാന കിടങ്ങ് നമ്മളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ അറിയൂ എന്ന സത്യം. ഒരുപക്ഷേ നമ്മൾ തിരയുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങളെല്ലാം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ മറ്റു ലോകങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കൂ. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.